ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ എറണാകുളം മണ്ഡലം തിരഞ്ഞെടുപ്പ് കളം അങ്ങനെ സെറ്റായിട്ടില്ല. തിരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ഇനി ഏത് നിമിഷവും ഏത് ദിവസം വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നിരിക്കെ ഇടത് വലത് മുന്നണികൾ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. NDA ക്യാമ്പ് ഒരുപക്ഷെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ ജിജീഷ്. കാരണം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ ചൂടിനൊപ്പം ഈ പ്രചാരണ ചൂടും കടുക്കുന്ന സാഹചര്യം എങ്ങനെ അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് വലിയ തോതിൽ മുന്നേറ്റം, അതായത് തുടക്കത്തിൽ 2-3 ഇലക്ഷനുകൾക്ക് മുമ്പ് ഇടതു വലത് മുന്നണികൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി വോട്ട് വീതത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനമുണ്ടാക്കിക്കൊണ്ട് ത്രികോണ മത്സരത്തിലേക്ക് തന്നെ എത്താവുന്ന വിധത്തിൽ വലിയ ഒരു സ്വാധീനം NDA ഉണ്ടാക്കി BJP ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ, അതായത് എല്ലാവർക്കും പൊതു സ്വീകാര്യനായ, എല്ലാ മേഖലകളിലുള്ളവർക്കും ഒരുപോലെ പൊതു സ്വീകാര്യനായ ആളെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രചാരണ മത്സര സാധ്യതകളിലേക്ക് തന്നെ NDA കൂടി അവസരങ്ങൾ തുറന്നിടുമ്പോൾ സ്വാഭാവികമായും അവിടെ കളം നിറയും. കാരണം ഹൈബി ഈഡനാണ് വീണ്ടും UDF വേണ്ടി മത്സര രംഗത്തുള്ളത്. ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം എതിർഭാഗത്ത് ഷൈൻ ടീച്ചറിനെ മത്സരിപ്പിക്കുന്നു LDF. സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥി സുപരിചിതയല്ല, അല്ലെങ്കിൽ പരിചിതയല്ല എറണാകുളത്തിന് ആകെ എന്ന കാര്യം, അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അവിടെ അതിനെ മറുപടിയായി CPM പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, LDF എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡറാണ്. സ്വാഭാവികമായ ആ പാർട്ടി ചിഹ്നത്തിൽ അവർ മത്സരിക്കുന്നു. മാത്രമല്ല സുപരിചിതയല്ല എന്ന കാര്യം പറയാൻ കഴിയില്ല. അവർ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സജീവമായിരുന്നു. പാർട്ടി കേഡറുകളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതയാണ്, നാട്ടുകാർക്കാണ് പരിചിതയല്ലാത്തത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും LDF അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് ഹൈബിയെ സംബന്ധിച്ചിടത്തോളം ഹൈബിയും അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തനിക്കൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയല്ല. കാരണം ഇതിലധികം മുഖ്യ ആളുകൾ, അല്ലെങ്കിൽ P. രാജീവ് അടക്കം വരുമ്പോൾ മത്സരിച്ച് തോൽപ്പിച്ചിട്ടുള്ള തന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ, ആ ഒരു മണ്ഡലത്തിൽ പറവൂർ കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി എറണാകുളത്തിന്റെ ആകെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ, മണ്ഡലത്തിന്റെ ആകെ സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിൽ പോലും തുടർച്ചയായി മത്സരിക്കുന്ന, എറണാകുളത്തിന്റെ മുക്കും മൂലയും അറിയുന്ന തനിക്കതൊരു എതിരാളിയല്ല എന്ന നിലയിലാണ് ഹൈബി ഈഡൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കാണുന്നു. ഒപ്പം തന്നെ MK സാനുമാസ്റ്റർ അടക്കമുള്ള ആളുകളെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും കാണുന്നുണ്ട്. പ്രമുഖരായ ആളുകളെ കണ്ടുകൊണ്ടും മതസാമുദായിക മേഖലകളിലുള്ളവരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. NDA സ്ഥാനാർത്ഥി കൂടി കളത്തിലെത്തുന്നതോടെ ഈ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കളം നിറയും. അവിടെ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. നിരവധി ജനകീയ പ്രശ്നങ്ങൾ ശക്തമായി തന്നെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ തീരദേശ മേഖലയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും കാര്യമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് തന്നെ കുടിവെള്ളം അടക്കമുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന നിരവധി മേഖലകളുണ്ട്. വേനൽക്കാലത്ത് വലിയ തോതിൽ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി മേഖലകൾ എറണാകുളം ജില്ലയിലുണ്ട്. അതിനൊന്നും തന്നെ കാര്യമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് LDF ഉയർത്തുന്നു. എന്നാൽ LDF UDF സർക്കാരുകൾ, മാറി വന്ന സർക്കാരുകളാണെങ്കിലും രണ്ട് മുന്നണികളും ഒരുപോലെ തന്നെ ഇതിനെല്ലാം ഉത്തരവാദികളാണ്. അവിടെ ഒരു മാറ്റമാണ് വേണ്ടത്. പുതിയ ഒരു പരീക്ഷണത്തിനാണ് തയ്യാറാകേണ്ടത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന ശക്തമായ മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന NDAക്ക് പിന്തുണയുമായി രംഗത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രചരണത്തിലേക്ക് തന്നെ NDA കടക്കുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി ചുവരെഴുത്തുകളെല്ലാം തന്നെ, വെള്ളപൂശുന്ന നടപടികളെല്ലാം, അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി യോഗങ്ങൾ NDAയുടെ ഒരുമിച്ചുള്ള യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകരുടെ പാർലമെന്ററി പാർട്ടി തലത്തിലുള്ള യോഗങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ശോഭ കരന്തലജി അടക്കമുള്ള ദേശീയ നേതാക്കൾ തന്നെ വന്നുകൊണ്ട് അതിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ മാറ്റത്തിൻ്റെതാണ്. അത് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മുന്നേറ്റമായിരിക്കില്ല ഉണ്ടാവുന്നത്. മുഴുവൻ മണ്ഡലങ്ങളിലും അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. NDA സഖ്യം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സ്ഥാനാർത്ഥികൾക്ക് കൂടി, NDAയുടെ സ്ഥാനാർത്ഥിക്ക് കൂടിയുള്ള കാത്തിരിപ്പിലാണ് എറണാകുളവും ഉള്ളത്. ലക്ഷ്മി, SFI ഒപ്പം തന്നെ ED അന്വേഷണം, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കടുക്കുന്ന എറണാകുളം മണ്ഡലത്തിലെ ചൂട് കനക്കുന്ന സാഹചര്യം ജിജീഷാണ് വിശദമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.